അസ്സലാമു അലൈക്കും. അല്ലമ്മ, പൈസ ചോദിക്കാൻ പറഞ്ഞാലേ ആ സ്വർണത്തിൻ്റെ കാര്യം കാനും ഓള് ചോദിച്ചാലോ? അപ്പോൾ അത് വിറ്റ കാര്യം പറയേണ്ടി വരൂലേ? ഷാനി കേട്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു. അവർ പറയുന്നത് തൻ്റെ കാര്യം തന്നെയാണോ എന്നവൾക്ക് സംശയമായി. എടാ, അതൊക്കെ ചോദിച്ചാലേ ഈ എന്തെങ്കിലും നുണ പറഞ്ഞേക്കേ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓളോട് കാര്യം പറയും. ഓളെ വീട്ടിൽ പോയി കുറച്ച് പൈസ തരാൻ പറയും, ഒരു 5 ലക്ഷം റുപ്യ. വീണ്ടും ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ ഷാനു അവർ അങ്ങോട്ട് വരും മുന്നേ അസ്വസ്ഥതയോടെ റൂമിലേക്ക് പോയി. അവളുടെ മനസ്സാകെ കലങ്ങി മറിയുകയായിരുന്നു. സങ്കടം കൊണ്ട് കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ഉമ്മ ഓരോന്ന് പറഞ്ഞൊഴിവായത് അത് വിറ്റത് കൊണ്ടാവോ എന്നവൾക്ക് തോന്നി. എന്നാലും എന്നോട് ഒരു വാക്ക് ഒരിക്കൽ പറയാമായിരുന്നില്ലേ? എന്തായാലും ഒരിക്കൽ കൂടി അവകാശപ്പെട്ടതാണ്. എന്നാലും എന്നോടൊന്ന് പറയാമായിരുന്നു. അത് ആലോചിക്കും തോറും അവളിലെ സങ്കടം കൂടി വന്നു. ഇതുവരെ ഈ വീട്ടിൽ ഒരു വിലയും തന്നിട്ടില്ല, ഒരു മനുഷ്യനാണെന്ന പരിഗണനയും കിട്ടിയിട്ടില്ല. എത്രയോ തവണ സുഖമില്ലാതെ കിടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷീണിച്ച് തളർന്നു കിടക്കാൻ പോലും സമ്മതിക്കാതെ ഇരുന്നിട്ടുണ്ട്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചിട്ടും ഒന്നിനൊരു മാറ്റവും സംഭവിച്ചില്ല. ഇപ്പോൾ തൻ്റെ സ്വർണം എന്നോടൊന്ന് പറയപ്പോലും ചെയ്യാതെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണം. എനിക്കാകെ അവകാശം പറയാനുള്ളത് അത് മാത്രമാണ്. അതുകൊണ്ട് ചോദിക്കുക തന്നെ വേണം. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ടവൾ മനസ്സിലൊരു തീരുമാനമെടുത്തതും ആ സമയം സമദ് റൂമിലേക്ക് കയറി വന്നു. എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു മുഖവരിയും കൂടാതെ തന്നെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഷാനി ഒന്നും മിണ്ടാതെ അവനെ കേൾക്കാനെന്നോണം നിന്നു. എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണം. നീ നിൻ്റെ ഉപ്പാനോട് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിത്തായോ? കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും നേർക്ക് നിന്ന് സ്നേഹത്തോടെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തവൾ ഇന്ന് തൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചിരിക്കുന്നു. അതും പൈസയ്ക്ക് വേണ്ടി. ഷാനിക്ക് ആ നിമിഷം അവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി. എങ്കിലും സ്വർണത്തിൻ്റെ കാര്യം ഉറപ്പിക്കാനായി അവൾ ധൈര്യത്തോടെ അത് ചോദിക്കാൻ തീരുമാനിച്ചു. അല്ലക്ക, ഇക്കാക്ക് പൈസൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനെൻ്റെ സ്വർണ്ണം എടുത്തൂടെ? എൻ്റെ ഉപ്പാൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നും ഉണ്ടാവില്ല. അവൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. അതിപ്പോൾ പണയം വെക്കാനും വിൽക്കാനും നിൽക്കണ്ടല്ലോ. പൈസ ഉണ്ടെങ്കിൽ കിട്ടിയാൽ അത് പിന്നെ തിരിച്ചു കൊടുക്കാമല്ലോ. ആ, അതിനിപ്പോൾ വിറ്റ സ്വർണ്ണം എങ്ങനെയൊക്കെ വീണ്ടും വിൽക്കാൻ കഴിയുന്നേ അല്ലേ? ഷാനി എടുത്തടിച്ച പോലെ ചോദിച്ചതും അവൻ്റെ മുഖം ആകെ വിളറിപ്പോയി. അപ്പോൾ എനിക്ക് ഒളിഞ്ഞൊന്നും കേൾക്കണ സ്വഭാവമൊക്കെ ഉണ്ടല്ലേ? അവൻ്റെ വാക്കുകളിൽ ദേഷ്യം നിറയുന്നത് അവൾ അറിഞ്ഞെങ്കിലും ഇനിയും തോറ്റു കൊടുക്കാൻ ഒരുക്കമില്ലാത്ത പോലെ ധൈര്യം സംഭരിച്ചു കൊണ്ടവൾ നിറഞ്ഞു. അതെ, ആ സ്വർണ്ണയ്ക്ക് വിറ്റു. ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടണം. അത് എന്നെ വാങ്ങിത്തരണം എൻ്റെ ബാപ്പാൻ്റെ അടുത്തുനിന്ന്. ഒരു ഭീഷണി രൂപത്തിലായിരുന്നു അവനത് പറഞ്ഞത്. എങ്ങനെ ഇക്കാക്ക് എന്നോടത് പറയാൻ തോന്നുന്നു? എൻ്റെ വീട്ടിലെ അവസ്ഥ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എൻ്റെ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ എനിക്ക് ആ സ്വർണ്ണമൊക്കെ തന്നത്. എന്നിട്ടത് വിൽക്കുമ്പോൾ എന്നോടൊരു വാക്കുപോലും ചോദിച്ചോ? അതും പോരാന്നിട്ട് ഇപ്പോൾ ഉപ്പാനോട് പൈസ ചോദിക്കാൻ പറയണേ. എന്തിൻ്റെ പേരിലാണ് ഞാൻ ഓരോട് ചോദിക്കണത്? ഏതൊരു മാതാപിതാക്കളും അവരെ മക്കളെ സന്തോഷത്തോടെ ജീവിച്ചു കാണാൻ വേണ്ടിയാണ് ഇല്ലാത്ത പൈസയും പൊന്നും ഒക്കെ ഉണ്ടാക്കി നല്ല പോലെ കെട്ടിച്ചു വിടുന്നത്. എന്നിട്ട് ആ പറഞ്ഞ വല്ല സുഖ സന്തോഷം നിങ്ങളാരെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? സ്നേഹത്തോടൊന്ന് മിണ്ടുകയോ ചേർത്ത് പിടിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഈ കാലം വരെയായിട്ട്? എന്നിട്ട് പൈസ ചോദിക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിയണത്? ഇത്രയൊന്നും അവൾ ഒരിക്കലും പറയാൻ വിചാരിച്ചതല്ലായിരുന്നു. ഉള്ളിലെ സങ്കടമെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് വീശിയതാണ്. അതിൽ എന്തൊക്കെയോ അവളറിയാതെ പറഞ്ഞുപോയി. നിർത്തടി! സമത ഉച്ചത്തിൽ അവൾക്ക് നേരെ ചീറുന്നതോടൊപ്പം അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചിരുന്നു. അല്ല, ഈ എങ്ങോട്ടെങ്ങനെ പറഞ്ഞു പോണ്? എൻ്റെ മുന്നിൽ ഇത്ര ധൈര്യത്തിൽ സംസാരിക്കാൻ മാത്രമായോടെ ഈ എൻ്റെ സ്വർണ്ണം എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെ തീറ്റിപ്പോറ്റ എൻ്റെ തന്ത എനിക്ക് തന്ന കൂലിയായി മാത്രമേ ഞാൻ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടേ സ്വർണത്തിൻ്റെ കണക്കൊന്നും ഈ പറയണ്ട. അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. എൻ്റെ സമ്മതം വേണ്ട. കണക്ക് പറയാനാണെങ്കിലേ നിൻ്റെ കാര്യങ്ങൾക്ക് ഞാനും പറയേണ്ടി വരും കണക്ക്. കവിളിൽ അവൻ്റെ കൈ മുറുകും തോറും ഷാനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവനിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അവൾക്ക് അതിനേക്കാളും വേദന തോന്നിയത്. എല്ലാം കൂടിയായതും അവൻ്റെ കൈ കുറച്ച് ശക്തിയിൽ തന്നെ അവൾ തട്ടിമാറ്റി.
എനിക്ക് വേണ്ടി ചിലവാക്കിയ കണക്ക് പറയണമെങ്കിലേ എന്ത് പറയും നിങ്ങൾ? എനിക്ക് തിന്നാൻ തന്നതോ അതോ അത് വേറെന്തെങ്കിലും കാര്യങ്ങളോ? ഒരു പട്ടിനെ പോലെ എന്നെക്കൊണ്ട് ഈ വീട്ടിലുള്ള മുഴുവൻ പണി എടുപ്പിച്ചിട്ടും പല ദിവസം ഭക്ഷണം കിട്ടാതെ ഞാൻ വെള്ളം കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? പിന്നെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് നല്ലൊരു ഡ്രസ്സ് നിങ്ങൾ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? ഈ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഇട്ട് കഷ്ടപ്പെടുത്തിയതല്ലാതെ ഇടയ്ക്കൊന്നും എന്നെ പുറത്ത് കൊണ്ടുപോകാറുണ്ടോ? ഒരു കൊല്ലമായല്ലോ. പിന്നെ എന്ത് കണക്കാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഷാൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അത്രത്തോളം അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും അവളെ തകർത്തു കളഞ്ഞു. എന്നാൽ ഒട്ടുമേ പ്രതീക്ഷിക്കാതെ ഷാനിയുടെ ദേഷ്യത്തോടെയുള്ള സംസാരത്തിൽ അതിശയിച്ചു നിൽക്കുകയായിരുന്നു അങ്ങോട്ട് വന്ന ഉമ്മയും ഉപ്പയും. എന്താ ഇവിടെ? ഇവൾക്ക് ഇത്രയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നോ? പാവം പോലെ അഭിനയിച്ചിരിക്കായിരുന്നല്ലേ. ഇപ്പോൾ തനി സ്വഭാവം പുറത്തു വന്നു. ആദ്യത്തെ പകപ്പ് മാറി സക്കീന ഷാനിക്ക് നേരെ ചോദ്യത്തോടെ നിന്നു. ഇന്നേ വരെ ഞാൻ ഒരാളും മുന്നിലും ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടില്ല. എല്ലാവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരെയും എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പകരം എനിക്ക് എന്ത് കിട്ടി? അടിച്ചമർത്തിയില്ലേ എന്നെ? നിങ്ങളെല്ലാവരും ഭൂമിയോളം താഴ്ത്തിയില്ലേ? കണ്ണീരിൽ കുതിർന്ന മുഖം തുടച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ടവൾ ചോദിച്ചു. എന്താടാ ഇവൾക്ക് ഭ്രാന്തായ? തനിക്ക് നേരെ തലയുയർത്തി നിൽക്കാൻ പോലും ഭയപ്പെട്ടിരുന്നവൾ ഇപ്പോൾ നേർക്ക് നിന്ന് സംസാരിച്ചതിൽ ഉമ്മ സക്കീനയ്ക്ക് ആശ്ചര്യവും അതേസമയം ദേഷ്യം തോന്നി. ഉമ്മ, അവൾ സ്വർണ്ണം അവളോടെ പറയാതെ വിറ്റേന് ചോദിക്കാൻ വന്നതാ. സമത് ഷാനിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഉമ്മ സക്കീനയോട് പറഞ്ഞു. ഓ, അതപ്പോൾ വലിയ ആനക്കാര്യം. അതിപ്പോൾ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ. അന്നെ മാത്രമൊന്നല്ല, ആണുങ്ങൾക്ക് ആവശ്യം വരുമ്പോഴേ പെണ്ണുങ്ങളെ സ്വർണ്ണം എടുക്കുന്നതൊക്കെ സ്വാഭാവിക. അതിന് എൻ്റെ മോൻ്റെ നേരെ ചോദ്യമൊക്കെ ചെയ്യാനായോടി? സ്വർണം ഒന്നും മിണ്ടാതെ നിങ്ങളെ ഇഷ്ടത്തിന് എടുത്ത് വിറ്റതും പോരാണ്ട് ഇനി എൻ്റെ ഉപ്പാനോട് പറഞ്ഞ് പൈസ വാങ്ങിക്കാൻ പറയാൻ നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ. ഞാൻ അത് ചോദ്യം ചെയ്തതാണോ തെറ്റായത്? കത്തുന്ന നോട്ടവുമായി അടുത്തേക്ക് വന്ന ഉമ്മയോട് കരഞ്ഞു തളർന്ന സ്വരത്തോടെ പറയുമ്പോൾ അവൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഭയമല്ല, മറിച്ച് മനസ്സാകെ മരവിച്ച അവസ്ഥയായിരുന്നു. അവനെ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കില്ല അവൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ്. അതിന് ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ട. ഭാര്യ എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ അത് തെറ്റായാലും ശരിയായാലും അനുസരിക്കുന്ന സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത ഭർത്താവിൻ്റെ നേരെ നോക്കി സംസാരിക്കാൻ കഴിവില്ലാത്തവൾ മാത്രമാണോ? അതിനാണോ ഭാര്യ എന്ന് പറയുന്നത്? ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തുനിന്ന് പൈസ ചോദിക്കില്ല. എൻ്റെ ഉപ്പ രാവും പകലില്ലാതെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്യാവശ്യത്തിന് പൊന്ന് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഇനിയും പൈസ ചോദിച്ചാലേ എൻ്റെ ഉപ്പ കടം വാങ്ങിയാണെങ്കിലും തരും. പക്ഷേ ഞാൻ ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. എൻ്റെ ഉപ്പാനെ അങ്ങനെ കഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് പൈസ വാങ്ങിത്തരാൻ മാത്രം എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു കടപ്പാടും ഇല്ല. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവൾക്കറിയാം എന്തൊക്കെ ത്യാഗങ്ങൾ അവർക്ക് വേണ്ടി ചെയ്താലും തൻ്റെ സ്ഥാനം ഈ വീട്ടിലെ അടുക്കളയിലാകുമെന്ന്. അതിനേക്കാളേറെ തനിക്ക് വേണ്ടി ചിലവാക്കിയ കണക്ക് വിളിച്ചു പറഞ്ഞ സമതിനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റൂലെങ്കിലേ ഇവളെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കടാ മോനെ. ഉമ്മ സമതിനോടെ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരു നെട്ടലുണ്ടായെങ്കിലും ഷാനിൽ പ്രത്യേക ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞേക്കണ്ട, ഞാനായിട്ട് തന്നെ പോയിക്കോളാം. മതി, എനിക്ക് മടുത്തുവിടുത്ത ജീവിതം. നേരം വെളുക്കാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. സക്കീന അവളെ ഒന്ന് ഭയപ്പെടുത്താൻ പറഞ്ഞതാണെങ്കിലും അവളായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സമതും സക്കീനയും ഹനീഫയും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആ ഷോക്കിൽ നിൽക്കുന്ന നേരം ഷാനി ഫോണെടുത്ത് ഉമ്മ എന്ന് സേവ് ചെയ്ത നമ്പറിൽ കോൾ ചെയ്തിരുന്നു. റിങ് ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ അവൾ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. ഹലോ, എന്താ മോളെ ഈ നേരത്ത്? ഇതുവരെ ഉറങ്ങിയില്ലേ? ഉമ്മ. പതിവില്ലാത്ത നേരത്തെ ഷാനിയുടെ കോൾ കണ്ടപ്പോൾ ഒരു വെപ്രോളത്തോടെയാണ് ഉമ്മ ഫോൺ എടുത്തത്. എന്നാൽ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നവളെ കേട്ടപ്പോൾ ഉമ്മ കിടന്നിടത്ത് നിന്ന് പെട്ടെന്ന് എണീറ്റിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി? എന്തിനാ ഉമ്മാറ്റി കുട്ടി കരയാണ്? ഉമ്മ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരുമോ? എന്നെ കൂട്ടിക്കൊണ്ട് പോവോ? എനിക്ക് വയ്യമ്മ, ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റൂല. നിങ്ങൾ വരുമോ? ഷാനി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേൾക്കെ ആ ഉമ്മയുടെ ഉള്ളിൽ ആകെ ആദിയായി. എന്താ ഷാനി പ്രശ്നം? എന്താ
ഇപ്പോൾ ഈ നേരത്തേക്ക് വിളിച്ച് വരാൻ പറയണത്? എന്താ പറ്റിയെന്ന് പറയുമോളെ? ഉമ്മ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. അവരുടെ ചിന്തകൾ പല വഴിക്ക് പോയിക്കൊണ്ടിരുന്നു. എല്ലാം പറയാമ്മ, ആദ്യം ഉമ്മ അങ്ങോട്ട് വാ. എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തോണ്ടാ. പ്ലീസ് ഉമ്മ, വേഗം. കൂടുതലൊന്നും പറയാൻ നിൽക്കാണ്ട് ഷാനി ഫോൺ കട്ടാക്കിയപ്പോൾ ഉമ്മ ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു. അവർക്ക് ടെൻഷൻ കാരണം കൈയും കാലുമൊക്കെ വിറക്കുന്നുണ്ടായിരുന്നു. ജ്യേഷ്ഠന്മാരോട് ആരെയെങ്കിലും വിളിച്ച് വിവരം പറഞ്ഞാലോ എന്ന ചിന്ത വന്നതും കാര്യം എന്താണെന്ന് ശരിക്കും അറിയാതെ ആരെയും ഇപ്പോൾ വിവരം അറിയിക്കണ്ട എന്ന് തോന്നിയപ്പോൾ അവരെ അത് വേണ്ടെന്ന് വെച്ചു. ഷംസുവിനെ ഈ സമയത്ത് വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും പെട്ടെന്ന് ഷാനി വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാൽ ഉപ്പാക്ക് ആകെ ടെൻഷനാകുമെന്ന് ചിന്തിച്ചപ്പോൾ അതും വേണ്ടെന്ന് വെച്ചവർ പെട്ടെന്ന് ബെഡിൽ നിന്ന് എണീറ്റുകൊണ്ട് ഷാഫിയുടെ റൂമിലേക്ക് ചെന്ന് അടഞ്ഞ റൂമിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. എന്താ ഉമ്മ? ഉറക്കപ്പിച്ചോടെ വാതിലും തുറന്നു വന്നവൻ വെപ്രാളത്തോടെ നിൽക്കുന്ന ഉമ്മയെ കണ്ട് ചോദിച്ചു. മോനെ, താത്ത വിളിച്ചിരുന്നു. അവളെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞ് കരയാണ്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടെന്ന് തോന്നുന്നു. എന്താ കാര്യം ചോദിച്ചിട്ട് കുട്ടി ഒന്നും പറയണില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നു മോനെ. എന്താടാ ചെയ്യുക? പറഞ്ഞു നിർത്തുമ്പോൾ അവരുടെ ശബ്ദം ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തിരുന്നു. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കില്ലമ്മ. താത്ത എങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നിങ്ങൾ വേഗം ഡ്രസ്സ് മാറ്റി. ഞാനേ മൻസൂർക്കാരെ ഓട്ടോ വിളിക്കാം. നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോവാം. ഷെയ്മാനെയും വിളിച്ചോളി. വാതിൽ പൂട്ടിയിട്ട് പോവാം. നമ്മൾ വരുന്നവരെ ഓളെ ഒറ്റയ്ക്കിരുത്തണ്ട. ആരോടെങ്കിലും വിവരം പറയണേടാ. വേണ്ടമ്മ, ഇപ്പം ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. ആദ്യം ശരിക്കും കാര്യം എന്താണെന്ന് അറിയട്ടെ. നിങ്ങൾ വേഗം ചെല്ലി മാറ്റാൻ നോക്കി. ഷാഫി ഉമ്മയെ പറഞ്ഞു വിട്ടുകൊണ്ട് ഫോണെടുത്ത് ഓട്ടോയ്ക്ക് വിളിച്ചു പറയും. ശേഷം ഒരു ടീഷർട്ടും പാൻറ്റും എടുത്തിട്ട് മാറ്റിയിറങ്ങി. 10 മിനിറ്റിനുള്ളിൽ വിളിച്ച ഓട്ടോ മുറ്റത്ത് വന്ന് നിർത്തുമ്പോഴേക്കും അവർ മൂന്നാളും വാതിൽ പൂട്ടിയിറങ്ങുന്നു. ഷാനി ഫോൺ വിളിച്ചു വെച്ച ശേഷം കുറച്ച് സമയം അവിടെ നിന്ന ശേഷമാണ് റൂമിലേക്ക് ചെന്നത്. ആ സമയം ആരും അവിടെ ഇല്ലായിരുന്നു. താഴെ നിന്നും ഉച്ചത്തിലുള്ള ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ പറയുന്നത് തന്നെക്കുറിച്ചാണെന്നും അത് സമതയോടാണെന്നും അവൾക്ക് മനസ്സിലായി. എന്താ എൻ്റെ ഉദ്ദേശം? എടുത്തു ചാടി ഓരോ തീരുമാനം എടുത്താൽ പിന്നെ അത് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ എന്തിനാ എൻ്റെ ഉമ്മാനേക്ക് വിളിച്ചു വരുത്തുന്നേ? ബാഗിലേക്കായി അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കുന്നതിനിടയിലേക്കാണ് സമത അങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്. അവളൊന്നും മിണ്ടാതെ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു. ഷാനി, ഞാൻ എന്നോടാ ചോദിച്ചത്. അവളുടെ കൈമുട്ടിൽ പിടിച്ച് തനിക്ക് നേർക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. നിങ്ങൾ തന്നെയല്ലേ പൈസ ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്? എനിക്ക് ചോദിക്കാൻ പറ്റൂല, അതുകൊണ്ടേ നിൽക്കണില്ല, പോവാണ്. ഇടറിയ സ്വരത്തോടെ പതിയെ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി അടർന്നു വീണു. ഓ പിന്നെ എങ്ങോട്ട് പോവാനായി? എത്ര ദിവസത്തേക്ക്? അധിക നാൾ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ എനിക്ക്? കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യുക? അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് നിറയുന്ന പുച്ഛഭാവത്തെ നിസ്സഹായതയോടെയാണ് അവൾ നോക്കിയത്. സത്യത്തിൽ അതിനൊരു മറുപടി പറയാൻ അവിടെ ഇല്ലായിരുന്നു. എന്തേ? അതിന് നാവിറങ്ങിപ്പോയോ? ഇനി എനിക്ക് ഇങ്ങോട്ട് വരണമെന്നാണെങ്കിലേ പൈസ വാങ്ങി വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അത്രയും പറഞ്ഞ് അവളിലെ പിടുത്തം വിട്ടുകൊണ്ട് വെട്ടിത്തിരിഞ്ഞവൻ പുറത്തേക്ക് പോയി. ഇത്രയൊക്കെ ആയിട്ടും താൻ പോകുന്നതിൽ ഒരു തരിമ്പ് സങ്കടം പോലും അവനിൽ കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് ഹൃദയം തകർന്നു പോലും പോലെ തോന്നി. ഉമ്മ കുത്തിവെച്ച വിഷമാണ് അവൻ തനിക്ക് നേരെ തുപ്പുന്നതെന്ന് അറിയാമെങ്കിലും 1 വർഷമായി ഒരുമിച്ച് ജീവിച്ചവരല്ലേ എന്ന ചിന്തയിൽ പോലും അവന് തന്നോടൊരു അടുപ്പം കാണിക്കുന്നില്ലല്ലോ എന്ന് വേദനയോടെയാണ് അവൾ ചിന്തിച്ചത്. അവൻ ചോദിച്ചതിനൊന്നും അവൾ മറുപടി പറഞ്ഞില്ല. സത്യത്തിൽ ഇനി എന്ത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയായിരുന്നു. ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. വീട്ടുമുറ്റത്ത് ഓട്ടോ വന്ന് നിർത്തിയതും ഉമ്മയും ഷാഫിയും ഷെമയും കൂടി ഇറങ്ങി. ഉമ്മ മുന്നോട്ട് ഓരോ അടി വെക്കുമ്പോഴും ടെൻഷൻ കൂടി വരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടെങ്കിലും ഹാളിൽ ഇരിക്കുന്ന ഉപ്പയും ഉമ്മയും സമ്മതമൊന്നും പുറത്തേക്ക് വന്നില്ല. ഷാനി ആ നേരം ബാഗുമായി താഴേക്ക് ഇറങ്ങി വന്നു. ഹാളിലേക്ക് കടന്ന ഉമ്മയെ കണ്ടതോടെ ഷാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നവരെ കെട്ടിപ്പിടിച്ചു. എന്താ മോളെ ഇതൊക്കെ? കാര്യം എന്താണെന്ന് ഇനിയെങ്കിലും ഒന്ന് പറയുന്നേ. ഉമ്മാനെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലല്ലേ. ഉമ്മ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഷാനിക്ക് സങ്കടം കൊണ്ട് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവളെല്ലാം അവരോട് തുറന്നു പറഞ്ഞ് തങ്ങളെ നാറ്റിക്കുമോ എന്നൊരു പേടി വന്നപ്പോൾ ഉമ്മ സെക്കീനെ വേഗം ഇടയിൽ കയറി. നിങ്ങളെ മോൾക്കേ ഇനി ഇവിടെ നിൽക്കാനും ഓൻ്റെ കൂടെ ജീവിക്കാനും വയ്യെന്ന്. സുഖവും സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നെഗളിപ്പും കൂടുതലാണല്ലോ.
ഉമ്മ പറയുന്ന വാക്കുകൾ കേൾക്കെ ഹാജറയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അവർ പറയുന്നത് പോലെ സ്വഭാവമുള്ള കുട്ടിയല്ല തൻ്റെ മകളെന്ന് അറിയാമെങ്കിലും സംഭവം എന്താണെന്ന് ഇപ്പോഴും അറിയാത്തത് കൊണ്ട് അവരോട് മറുപടി എന്ത് പറയണമെന്നവർക്ക് അറിയുന്നില്ലായിരുന്നില്ല. ഉമ്മ സമദിനെ നോക്കിയപ്പോൾ അവൻ മുഖം തിരിച്ചു നിന്നു. എന്നാൽ സമദിൻ്റെ ഉമ്മ സക്കീനയുടെ സംസാരം കേട്ടപ്പോൾ ഷാനി കരച്ചിൽ നിർത്തിക്കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. ഉമ്മ, നിങ്ങൾ ഞാൻ ഓരോ ഫംഗ്ഷനും വരുമ്പോൾ സ്വർണ്ണമൊന്നും ഇടാത്തതിന് വഴക്ക് പറയാറില്ലേ? അത് ഞാൻ എനിക്കിടാൻ താല്പര്യം ഇല്ലാണ്ടെയാണെന്ന് പറയാറില്ലേ? സത്യത്തിലേ ഇവരോട് സ്വർണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ എന്നെ ഒരു ചീത്ത പറയായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്നും ഇടാതെ വന്നത്. എന്നാൽ ആ സ്വർണ്ണമെല്ലാം വിറ്റത് കൊണ്ടാണ് ഇവരെന്നെ ചീത്ത പറഞ്ഞ് ഒതുക്കിയതെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. കേട്ടത് വിശ്വസിക്കാനാവാതെ നെട്ടി നിൽക്കുകയായിരുന്നു ഉമ്മ. ഹാജറയും ഷാഫിയും ഷേമയും ഇത്രയും സമ്പത്തുണ്ടായിട്ട് ഇവരെന്തിനാ എങ്ങനെ ഒരു പണി ചെയ്തതെന്ന് അവർ ചിന്തിച്ചു. ഉമ്മയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ഉമ്മ, ഇത്രയും നാൾ ഞാൻ ഇവരെ അവഗണനയും വഴക്കും ദ്രോഹമൊക്കെ സഹിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ ശരിയാകുന്ന പ്രതീക്ഷയോടെ. ഇനി വയ്യമ്മ, എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാ. എനിക്കിവിടെ വീട്ടിലൊരു സ്ഥാനമില്ല. സ്വർണത്തിൻ്റെ കാര്യം ചോദിച്ചതിന് എനിക്ക് കഴിക്കാൻ തന്നതിന് വരെ ഇവർ കണക്ക് പറഞ്ഞു. അതൊട്ടും എനിക്ക് സഹിക്കാനാവുന്നില്ല ഉമ്മ. അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഉമ്മയുടെയും ക്ഷേമയുടെയും ഒക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭർത്താവിന് ഒരു ആവശ്യം വന്നാലേ ഭാര്യമാരിൽ സ്വർണ്ണം എടുക്കുന്നതൊക്കെ ലോകത്തിൽ പതിവല്ലേ. പിന്നെ എന്തായാലും അത് വിൽക്കുമ്പോൾ ഇങ്ങൾക്കൊരു വിഷമമുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പറയണ്ട. പൈസ റെഡിയായാൽ എല്ലാം തിരിച്ചെടുത്ത് വിവരം പറയാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവൻ ആരോടും പറയാത്തത്. അതിപ്പോൾ ഇത്ര വലിയ പ്രശ്നമൊക്കെ ആക്കാണ്ടോ? ഷാനി പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ സമദിൻ്റെ ഉമ്മ സക്കീന ഒരു മയത്തിലായി പറഞ്ഞു. എന്നാലും ഇവളോടൊരു വാക്ക് ചോദിക്കായിരുന്നു. സമദിൻ്റെ ഉമ്മ പറഞ്ഞത് ശരിയാ. ആവശ്യത്തിന് ഉപകാരപ്പെടാൻ വേണ്ടി തന്നെയാണ് അതൊക്കെ തന്നതും. പറഞ്ഞിട്ടായിരുന്നെങ്കിൽ എൻ്റെ മോൾക്കൊരു എതിർപ്പും ഉണ്ടാവില്ലായിരുന്നു. ഷാനിയുടെ ഉമ്മ ഹാജർക്ക് സത്യത്തിൽ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ഷാനിയുടെ സങ്കടം കൊണ്ട് അവളെ കുറ്റം പറയാനും കഴിയുന്നില്ല. എന്നാൽ സമദിൻ്റെ ഉമ്മ പറയുന്നത് ശരിയാണെന്ന് തോന്നലും അവരിലുണ്ട്. ഷാനി മനഃപൂർവ്വം തന്നെയാണ് അവർ വീണ്ടും പൈസ ചോദിച്ച കാര്യം ഉമ്മയോട് പറയാതിരുന്നത്. അതറിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിഷമമാകുമെന്നും മോളുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി കടം വാങ്ങിയാണെങ്കിലും അവർ ആ പൈസ ഉണ്ടാക്കി കൊടുക്കുമെന്നും അവൾക്കറിയാം. പക്ഷേ അത് വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ സഹായിക്കാൻ മാത്രം ഒരു സുഖമോ സന്തോഷമോ അവൾക്ക് വിവാഹശേഷം ലഭിച്ചിട്ടില്ല. ഇനി കിട്ടുകയുമില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവൾ ആ കാര്യം മറച്ചു വെക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ അതിനെപ്പറ്റിയൊന്നും അവൾ പറയുന്നില്ലെന്നുള്ളത് സക്കീനക്കും സമദിനും ആശ്വാസമായി. അതാരെങ്കിലും പറഞ്ഞാൽ അതിന് പുറകെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം പുറത്തു വരുമെന്ന് അവർ ഭയക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവളെ കൊണ്ടുപോവാണ്. ആരും ഒന്നും മിണ്ടില്ലെന്ന് കാണെ ഉമ്മ ഹാജറ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഷാനിയുമായി പുറത്തേക്ക് നടന്നു. കൂടെ അവളുടെ ബാഗും എടുത്ത് ഷാഫിയും ഷെമയും ആരെയും നോക്കാതെ അവർക്ക് പിറകെ നടന്നു. സക്കീനയും അനീഫയും സമദും നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. സക്കീനക്ക് പ്രത്യേകിച്ചൊരു വികാരം തോന്നിയില്ലെങ്കിലും സമദിന് ഉള്ളിലെവിടെയോ ഒരു കുഞ്ഞു നോവ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി. ആ കുട്ടിനോട് പോകണ്ടെന്ന് എനിക്ക് പറയായിരുന്നില്ല സക്കീന. സമദിൻ്റെ ഉപ്പ അനീഫ സക്കീനയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കത്തുന്നൊരു നോട്ടം കൊണ്ട് വായടുപ്പിച്ചിരുന്നു അവൻ. ഷാനി ഓട്ടോയിലേക്ക് കയറും മുൻപേ ഒന്ന് തിരിഞ്ഞു നോക്കി. അവസാന പ്രതീക്ഷ പോൽ ആരെയും കാണാതെ വന്നതോടെ ഇനി ഇവിടേക്ക് വരേണ്ട അവസ്ഥ വന്നാലുള്ള പേടിയോടെ തന്നെ അവൾ ആ വണ്ടിയിൽ കയറി. ഓട്ടോ മുന്നോട്ടെടുത്ത നേരം എല്ലാവരുടെയും ഉള്ളം നീറുന്നുണ്ടായിരുന്നു. ഇനിയൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കാതെ അവിടെ വിട്ടിറങ്ങിയവൾ ഒരിക്കൽ കൂടി എഴുതപ്പെട്ട വിധി അനുഭവിക്കാൻ തിരികെ വരേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.